ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഈ വെക്കേഷൻ വരാൻ പോവാണല്ലോ. അപ്പോൾ വെക്കേഷനിൽ നമ്മുടെ കുട്ടികളെ ഇത്ര 10 ദിവസം അമ്മമാരെങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണല്ലേ ഇപ്പോഴത്തെ മെയിൻ വിഷയം നമ്മുടെ. അപ്പം നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ നമ്മൾ അവരെ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ദിവസങ്ങൾ നമുക്ക് ആ 10 ദിവസങ്ങൾ മനോഹരമാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മക്കളുടെ അമ്മമാരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവരെ ഫ്രീ ആയിട്ട് വിടുക. പഠിക്കുക എന്ന് പറയേ വേണ്ട ഈ 10 ദിവസം. കാരണം എക്സാം കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ക്ലാസ്സുകളിലൊന്നും അല്ല പഠിക്കുന്നത്. അപ്പം കുഞ്ഞു പിള്ളേർ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുക എന്ന് പറയണ്ട. ഈ ഒരു 10 ദിവസം കളിച്ചോട്ടെ. വെയിലത്തും മഴയത്തും ഒന്നും പോയി കളിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിൽ തന്നെ അവർ കളിക്കാനുള്ള സാഹചര്യം സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് കളിക്കട്ടെ. സ്വതന്ത്രമായിട്ട് കുറച്ച് അവരെ വിടുക. കാരണം സ്കൂളിലായാലും നമ്മൾ പഠിക്കടാ ഇരിയടാ, അവിടെ ശബ്ദം ഉണ്ടാക്കരുത്, സംസാരിക്കരുത്, ഓടരുത്, ചാടരുത്, ഇങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും ഓടാനും കളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയുകയാണ്, അവരെ വെയിലത്ത് കളിക്കാൻ വിടണമെന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അമ്മമാരോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചു കാര്യങ്ങളിൽ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിൽ അവരെ ഉത്തരവാദിത്തത്തെ ഏൽപ്പിക്കുക. ഇപ്പം നമ്മൾ തൂക്കാൻ പോവുക, നമ്മുടെ മൂറിക്കൊക്കെ അടിച്ചു വരാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനോട് പറയാം, മക്കളെ ആ ചൂലിങ് എടുത്തോണ്ട് വന്നേ, നമുക്കിവിടെ തൂക്കാം എന്ന് പറഞ്ഞ് അവരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പം നമ്മുടെ ചെരുപ്പുകളും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? മക്കളെ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചേ, ഇന്ന ഭാഗത്തോട്ട് ഒന്ന് കൊണ്ടുവച്ചേ, റാക്കെ കൊണ്ടുവച്ചേ, മക്കളുടെ ചെരുപ്പെടുത്ത് വെച്ചേ, അല്ലെ ചേട്ടൻ്റെ ചെരുപ്പ് അല്ലെ ചേച്ചിയുടെ ചെരുപ്പെടുത്ത് വെച്ചേന്ന് പറഞ്ഞിട്ട് അവരെ അതിനകത്തിലോട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ ടീപ്പോയ്മയിലും നമ്മുടെ സെറ്റിയിലും ഒക്കെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ അവരോട് പറയാം, മോനെ അതൊക്കെ ഒന്ന് അടുക്കി വെച്ച് നമുക്ക് ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ വീട് നല്ല വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ, ഓരോ ദിവസത്തെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുക. കുഞ്ഞു കാര്യങ്ങൾ. ജോലിക്ക് പോകാത്ത അമ്മമാരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർത്തുക. അവരോട് ഇങ്ങനെ കലപില്ലാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കുഞ്ഞുങ്ങൾ സംസാരപ്രിയരാണ്. അവരോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ അവർ ഒരു വഴക്കിനും പോകത്തില്ല, ഒരു വൃത്തികേടും കാണിക്കാൻ പോകത്തില്ല. അതുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. വിശേഷങ്ങൾ അവരെന്തൊക്കെയോ പറയുന്നു, നമ്മളത് കേൾക്കുക. ഒന്നാമത്തെ കാര്യം അതാ, നമ്മൾ അവരെ ശ്രദ്ധാപൂർവം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലികളിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കുഞ്ഞു കാര്യങ്ങളിൽ അവരോട് പറയുക, വാഷിംഗ് മെഷീനകത്ത് തുണി കൊണ്ടിടാനുണ്ടെങ്കിൽ, മക്കളെ നമ്മൾ ഇന്നലെ ഇട്ട തുണി അവിടെ കിടക്കുന്നില്ലേ, അത് കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാനല്ല, അതിനകത്ത് കൊണ്ടിട്ടേ. പിന്നെ മക്കളെ നമ്മുടെ ബെഡൊക്കെ ഇങ്ങനെ നീറ്റായിട്ടല്ലാതെ കിടക്കുന്നത്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച്. ആ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല, എന്നാലും അവർ ചെയ്ത് കഴിയുന്നുണ്ട്, നമ്മൾ പറയുന്ന അനുസരിച്ച് കഴിയുന്നുണ്ട്, അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനാണെങ്കിൽ അവരോട് പറയാം, മക്കളെ ആ ഉരുളൻകിഴങ്ങ് എടുത്തുകൊണ്ട് വന്നേ, ആ ഉള്ളി നമ്മൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും ആയിരിക്കത്തില്ല, അല്ലാത്ത സ്ഥലത്താണല്ലോ വെക്കുന്നത്, അപ്പം അല്ലെ ആ വെളുത്തുള്ളി എടുത്തോണ്ട് വന്നേ, ചുവന്നുള്ളി എടുത്തോണ്ട് വന്നേ. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക്. അതുപോലെ അയ്യത്തൂന്ന് നമുക്കിപ്പം അടയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പറമ്പിൽ പോയിട്ട് വയണയില പറിച്ചുകൊണ്ട് വരാം, അതല്ലെങ്കിൽ വാഴയില എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവരെ അതിനകത്ത് കൊണ്ടുപോവുക. അതുപോലെ വിറകടുപ്പിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ നമുക്ക് വെറുതെ അവരോട് പറയാം, മക്കളെ വിറവെടുത്തോണ്ട് വാ, നമുക്ക് അടുപ്പിലോട്ട് വെക്കാനായിട്ട്. പണ്ടത്തെ അമ്മമാർ അങ്ങനെയൊക്കെ അല്ലായിരുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് അവരവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നില്ലേ. അപ്പൊ അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്തെ കൂട്ട് ഇത്രയും വികൃതികളല്ലായിരുന്നു. അപ്പം നിങ്ങൾ കളിച്ചോ, ഞങ്ങൾ ജോലി, ആ ഒരു രീതി അല്ലാതെ അവരെ നമ്മളിലേക്ക് ഉൾപ്പെടുത്തി ഉള്ള ജോലികൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുവാണ്, ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കതിന് ചിലവൊന്നും ഇല്ലല്ലോ. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അന്ന് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പം അല്ലാത്ത അമ്മമാരോടാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ജങ്ക് ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ജങ്ക് ഫുഡ് എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? നമുക്ക് എളുപ്പം, അമ്മമാർക്ക് എളുപ്പം, അല്ലെ അമ്മമാർക്ക് എളുപ്പമാണ് ജങ്ക് ഫുഡ് എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ. അവർക്ക് വേണ്ടതൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തി ഫുഡ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കരുതോ? വല്ല അടയോ കൊഴുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്ന് പോലും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് അവർക്ക് നല്ല വൃത്തിയായിട്ട്
ഇഷ്ടപ്പെടുന്നുണ്ടാവും അവർ. അപ്പം നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് അവർ കൊടുക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന സാധനങ്ങൾ ഈ 10 ദിവസത്തെ അവധിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പായസമൊക്കെ അവർക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? വെറുതെ മതി, നമ്മൾ ഒരുപാട് ഇതായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 1/2 ലിറ്റർ പാലിനകത്ത് ഉണ്ടാക്കാവുന്ന പായസമൊക്കെ ഉണ്ടാക്കി അവർക്കൊന്ന് കൊടുത്തു നോക്കി. നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ എത്ര ബെറ്ററാ അത്. പിന്നെ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾ കേൾക്കും, ഉറപ്പാ. അവരുടെ മനഃശാസ്ത്രമാണത്. പിന്നെ അവരെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അടുത്തത് അവരുടെ ഹോബീസ് കണ്ടെത്തിയിട്ട്. ഇപ്പം നമ്മുടെ ഹോബീസ് നമുക്കറിയാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെടിയാണ് ഇഷ്ടം കേട്ടോ. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്കും ചെടി നടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അവരെ കൂടെ കൂട്ടാം. കുഞ്ഞു മഗ്ഗിനകത്ത് അവർ ഓരോ മഗ് വെള്ളം ഒഴിക്കട്ടെ. മനസ്സിലായോ? നമ്മൾ ഹോസ് കൊണ്ട് നടന്ന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അവർ മഗ്ഗിനകത്ത് പിടിച്ചൊഴിക്കട്ടെ. അപ്പം നിർബന്ധം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല അമ്മ ഞാൻ ഹോസ് പിടിക്കാന്ന് പറഞ്ഞ് വരുവാന്നെ അവരെ കൊണ്ട് ഒന്ന് പിടിപ്പിക്കേ കുറച്ച് ഒരു സമയം. അത് കഴിയുമ്പോൾ അവരുടെ നമ്മളമ്മ അപ്പോൾ പറയണം കുറച്ച് സമയമേ തരത്തുള്ളൂ, അത് കഴിയുന്നുണ്ടേ അമ്മ ഒഴിച്ചോളാം, മക്കള് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നമ്മളത് പറയണം. അവരെ പറയണം ആ കുറച്ച് സമയത്തൊക്കെ അവരെ അനുവദിക്കുക. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കിയിട്ട് നമുക്കെപ്പോഴും സമയം, അമ്മമാർക്കൊക്കെ എപ്പോഴും ജോലിയാണ്, സമയമില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാം? വൈകുന്നേരം ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മുടെ റോഡിൽ, നമ്മുടെ അടുത്തൊരു റോഡ് കാണുമല്ലോ, ആ റോഡിൽ ചുമ്മാതെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഒന്ന് നടക്കാൻ പോവാൻ, എൻ്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച്, അല്ലെ അവിടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവരോട് ചോദിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കണം. അപ്പം ആ കുഞ്ഞു വായിന്ന് എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുമെന്നറിയാമോ? അപ്പം അതൊരു നല്ല സൊല്യൂഷനാണ് കുഞ്ഞുങ്ങളെ ഒന്ന് നടത്താൻ കൊണ്ടുവന്ന്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 10 ദിവസമേ ഉള്ളൂ. വലിയ അവധിയാണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസങ്ങൾ കിട്ടും. ഈ അവധിക്കിടയിൽ അവർക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അമ്മൂമ്മയൊന്ന് കാണാൻ പോവാം വേണമെങ്കിൽ. പിന്നെ അമ്പലത്തിലൊന്ന് പോകാം. ഇച്ചിരി കുറച്ച് ദൂരമുള്ള അമ്പലത്തിലാണെ അങ്ങനെ, അതല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിലാണെ അങ്ങനെ അമ്പലത്തിലൊന്ന് പോകാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പറ്റുമെങ്കിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാം ഈ അവധിക്കാലത്ത് ഒരു ദിവസമെങ്കിലും. പിന്നെ അങ്ങനെ അവരെ, അപ്പം നമ്മൾ അവരോടൊരു കാര്യം പറയുന്നത് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുക. ആ ഓഫർ ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കണം. അല്ലാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, അല്ലെ അവരെ കൊണ്ട് അടങ്ങിയിരുത്തിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കരുത്. അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അവരുടെ ഹോബിയാണല്ലോ ഞാൻ പറഞ്ഞത്. അവരുടെ ഹോബി എന്താണെന്ന് കണ്ടെത്തി ആ ഹോബി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. മക്കൾക്ക് എന്താ ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ, ഈ ചിലർ ബ്ലോഗ്സ് ഒക്കെ കിട്ടും, അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ സമയം അതിൻ്റെ കൂടെ ഇരുന്ന്. അതുപോലെ തന്നെ നിസ്സാരമായ കാര്യം, സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ അവർക്ക്? സ്നേക്ക് ആൻഡ് ലാഡർ വാങ്ങിച്ചു കൊടുക്കുക, ഇത്ര കാശല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റേ ഈ അതുപോലെ തന്നെ വേറൊന്നും ഉണ്ടല്ലോ, ലുഡോ ഗെയിം, അത് വാങ്ങിച്ചു കൊടുക്കുക. എത്ര സമയം അവർ ഇരിക്കുമെന്നറിയാം? നിസാരം ഈർക്കിൽ കുത്തി കളിക്കുന്ന ആ കളി വരെ അവർക്ക് അറിയാമെന്നുള്ളതാ. പിന്നെ കുറച്ച് സമയം സാറ്റ് കളിക്കാൻ ഓടിച്ചാടിയുള്ള ആ കളിക്ക് വെയിൽ ഒക്കെ താണതിന് ശേഷം അതിന് വേണമെങ്കിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിന് വിടാം. സഹോദരങ്ങളുടെ മക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിന് വിടാം. അപ്പം ഞാൻ പറയുന്നത് അവരെ വെറുതെ ഇരുത്താതിരിക്കുക. അതായത് പഠിത്തം വേണ്ട, അതല്ലാതെ കണ്ട് അവരെ ഓരോരോ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ ചേർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ അവരെ കുസൃതി ഉണ്ടാക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു 90% എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ ചെയ്യുക. അവരുടെ ഹോബീസിനെ കളറിങ്, പിന്നെ പടം വരയ്ക്കുന്നത്, അവർക്ക് ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ പടം വരയ്ക്കാൻ. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് പടം വരയ്ക്കാൻ പറയുക. പിന്നെ കുറച്ച് സമയം അതിന് ലിമിറ്റ് വെക്കണം. ഇത്ര സമയം മോനെ അല്ലെങ്കിൽ TV കണ്ടാൽ മതി കേട്ടോ, അല്ലാത്ത സമയം ഇന്ന പണി നമ്മൾ ചെയ്യണേന്നുണ്ടെങ്കിൽ കുറച്ച് സമയം TV കാണാനും അവരെ അനുവദിക്കുക. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ഒരു 7 ദിവസം അല്ലെ ഈ ഒരു 10 ദിവസം ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയുക, എനിക്ക് 137 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 3 മാസം ആവാൻ പോവാണ്. എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കൂടെ കൂട്ടണം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം.
അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കമന്റ്, അതായത് വെളിയിൽ നിന്ന് ഔട്ടിൽ നിന്ന് ഒരു കമന്റ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കുന്നു. അപ്പം എനിക്ക് കാശുണ്ടാക്കാനോ അല്ലെ പബ്ലിസിറ്റിക്കോ വേണ്ടി ഒന്നുമല്ല, എൻ്റെ ഉള്ളിലുള്ള കുറച്ച് കൊച്ചു കൊച്ചു ആശയങ്ങള്, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു കുക്കിങ്, ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതൊക്കെ തുടങ്ങി. എൻ്റെ മക്കളാണ് ഇതിൻ്റെ ചേതോവികാരം, അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എന്നെ കൂടെ കൂട്ടിയാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പം വരുന്ന കാര്യങ്ങൾ നമുക്ക് വേനലവധിക്ക് മുന്നേ കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.